നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രശാന്ത് കിഷോർ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി നടത്തിയ ചർച്ചകൾ തന്നെയാണ് ദേശീയ തലത്തിൽ ഈ ആഴ്ച ശ്രദ്ധ നേടിയത്. പ്രശാന്ത് കിഷോർ കോൺഗ്രസിലേക്കാണെന്നുവരെ വാർത്തകളുണ്ടായി. എന്താണ് ഈ കൂടിക്കാഴ്ചകളുടെ ലക്ഷ്യം? പ്രശാന്ത് കിഷോറുമായി ശരത് പവാർ നടത്തിയ ചർച്ചകളുടെ തുടർച്ചയാണോ ഈ നീക്കങ്ങൾ? അമരീന്ദർ സിംഗും നവ്ജോത് സിംഗ് സിദ്ധുവുമായുള്ള തർക്കം തുടരുന്നതിനിടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. പ്രശസ്ത തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടുള്ള വാർത്ത. മെയ് ജൂൺ മാസങ്ങളിൽ പ്രശാന്ത് കിഷോറുമായി ശരത് പവാർ നടത്തിയ ചർച്ചകളുടെ തുടർച്ചയാണോ ഈ കൂടിക്കാഴ്ച? മൂന്നാം മുന്നണി രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ശരത് പവാർ പ്രശാന്ത് കിഷോറുമായി നടത്തിയതെന്നായിരുന്നു ആദ്യം ഉയർന്ന റിപ്പോർട്ടുകൾ. എന്നാൽ മൂന്നാം മുന്നണി പ്രായോഗികമല്ലെന്ന് പറഞ്ഞു തള്ളിയ പ്രശാന്ത് കിഷോർ ഗാന്ധി കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന് വ്യാഖ്യാനങ്ങൾ ഏറെയാണ്. പ്രശാന്ത് കിഷോർ കോൺഗ്രസിലേക്ക് പോവുകയാണെന്ന് വരെ റിപ്പോർട്ടുകൾ ഉയർന്നു. ഇതിനെ തള്ളാതെയും കൊള്ളാതെയും കോൺഗ്രസും പ്രശാന്തും മൗനം പാലിക്കുകയാണ്. കൂടിക്കാഴ്ചയെക്കുറിച്ച് മൗനം തുടരുമ്പോഴും കാരണങ്ങൾ എന്തെന്ന് വിശകലനം ചെയ്യുകയാണ് രാഷ്ട്രീയ ലോകം. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ പ്രതിച്ഛായ മങ്ങി നിൽക്കുന്ന മോദി സർക്കാരിനിത് നിർണായക സമയമാണ്. സുപ്രീം കോടതിയിൽ നിന്നടക്കം പ്രതികൂല വിധികൾ ലഭിച്ചതിലൂടെ നില പരുങ്ങലിലാണ്. NDAയിലെ പല പാർട്ടികളും മുന്നണി വിട്ടു. ചെറിയ ചില പ്രാദേശിക പാർട്ടികൾ മാത്രമാണ് BJPയെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്. ഒപ്പം BJPയുടെ സുവർണ ഭരണ മാതൃകയായി ഉയർത്തിക്കാട്ടുന്ന ഉത്തർപ്രദേശ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നേരിടാനിരിക്കുകയാണ്. രാഷ്ട്രീയമായി BJPക്ക് ഇത് നിർണായക കാലമാണ്. ഒരു ചെറിയ പിഴവിന് വലിയ വില നൽകേണ്ടി വരുന്ന കാലഘട്ടം. ഈ അവസരത്തിൽ BJPക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അതിന് ഐക്യത്തോടെയുള്ള ഒരു മുന്നണി വേണം. കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കാൻ ഇടതു പാർട്ടികൾ ഒഴികെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്ക് ചെറുതല്ലാത്ത വിമുഖതയുമുണ്ട്. ഈ അവസരത്തിൽ എന്തിനാണ് പ്രശാന്ത് കിഷോർ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്? കൂടിക്കാഴ്ചയ്ക്ക് ശരത് പവാറുമായി ബന്ധമുണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നതെന്നാണ് ഡൽഹി അധികാര കേന്ദ്രങ്ങളിലെ അടക്കം പറച്ചിലുകൾ. കോൺഗ്രസ് ഉയർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകില്ല. മറ്റൊരു പാർട്ടിയുടെ നേതാവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിനുമാകില്ല. അപ്പോൾ പ്രതിപക്ഷത്തിലെ മറ്റു പാർട്ടികൾക്ക് കൂടി അഭിമതനായ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണം. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശരത് പവാറിനപ്പുറം അങ്ങനെയൊരു മുഖത്തെ ചൂണ്ടിക്കാട്ടാനില്ല. പവാറിനെ മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നാൽ കോൺഗ്രസിന് എതിർക്കേണ്ട സാഹചര്യവുമില്ല. അങ്ങനെയാകുമ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരെ BJP എതിർക്കാൻ ഒരു ഐക്യം രൂപപ്പെടുകയാണ് ഇന്ത്യയിൽ. ഈ ചർച്ചകൾക്കിടയിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് BJPക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താനും ഈ ഐക്യം സഹായകമാകും. ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും BJPക്ക് അയോധ്യ എന്ന വിഷയത്തിലൂന്നി കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിലടക്കം തിരിച്ചടി നേരിട്ട് ഉയർത്തു നിൽക്കുന്ന യോഗി സർക്കാരിന് അയോധ്യ മാത്രം ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാകില്ല. ജനസംഖ്യാ നിയന്ത്രണവും മറ്റു വിവാദങ്ങളും അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചെറുതല്ലാത്ത തലവേദനയാകും സൃഷ്ടിക്കുക. ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഉത്തർപ്രദേശിൽ മികച്ച ഒരു പ്രകടനം, ഒരു സീറ്റെങ്കിലും കൂടുതൽ നേടാൻ സാധിച്ചാൽ അത് BJPക്കുള്ള തിരിച്ചടിയും പ്രതിപക്ഷത്തിനുള്ള വലിയ നേട്ടവുമാകുമെന്ന് ഉറപ്പാണ്. കൊങ്കുനാടിനെ ചൊല്ലി തമിഴ്നാട്ടിൽ വിവാദം കത്തുകയാണ്. തമിഴ്നാടിനെ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കാൻ AIADMKയും BJPയും ലക്ഷ്യമിടുന്നുവെന്നാണ് വാർത്തകൾ. എന്നാൽ ഇതേപ്പറ്റി മൗനം തുടരുകയാണ് BJP ദേശീയ നേതൃത്വം. എന്താണ് കൊങ്കുനാട്? കൊങ്കുനാട് വിഭജനം എന്തുകൊണ്ടാണ് ഇത്രയധികം വിവാദമാകുന്നത്? I, Dr. L. Murugan, do swear in the name of God
that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear. കൊങ്കുനാടിനെ ചൊല്ലിയുള്ള പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് BJPയുടെ ഡോക്ടർ എൽ മുരുകന്റെ സത്യപ്രതിജ്ഞയിലൂടെയാണ്. കൊങ്കുനാടിന്റെ പ്രതിനിധിയായാണ് BJP ദേശീയ നേതൃത്വം മുരുകനെ വിശേഷിപ്പിച്ചത്. കൊങ്കുനാട് രൂപീകരണത്തെപ്പറ്റി BJP അനുകൂല പ്രാദേശിക പത്രത്തിൽ വിശദമായ ലേഖനം കൂടി വന്നതോടെ രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറുകയായിരുന്നു. കൊങ്കുനാട് അല്ലെങ്കിൽ കൊങ്കുമണ്ഡലം എന്ന പ്രദേശം പണ്ട് ചേര രാജാക്കന്മാരുടെ കേന്ദ്രമായിരുന്നു. കാവേരി നദിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ന് കോയമ്പത്തൂർ, ഈറോഡ്, സേലം, കാരൂർ, നാമക്കൽ, ധർമ്മപുരി, ദിണ്ടുഗൽ, മധുരൈ എന്നീ ജില്ലകൾ ചേർന്നുള്ളതാണ്. എന്നാൽ ഒരു രേഖകളിലുമില്ലാത്ത ഒരിടത്തിന്റെയും ഔദ്യോഗിക പേരല്ലാത്ത ഒന്നിനെ ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമാക്കി അവതരിപ്പിച്ചതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. എന്താണ് കൊങ്കുനാട് എന്ന പേര് BJP ദേശീയതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കാരണമായത്? 10 ലോക്സഭാ മണ്ഡലങ്ങളും 61 നിയമസഭാ മണ്ഡലങ്ങളും ഈ പ്രദേശത്തിലുണ്ട് എന്നതാണ് കൊങ്കുനാടിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഒപ്പം അണ്ണാ-DMKയ്ക്ക് ശക്തമായ സ്വാധീനമുള്ള ഇടം. ഇത് ലക്ഷ്യമിട്ടാണ് പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെന്ന റിപ്പോർട്ടുകൾ ഉയരാൻ ഇടയാക്കും വിധമുള്ള നീക്കങ്ങൾ ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണ് BJP AIADMK നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ விமர்சனம். தங்களுடைய இன்னுயிரை இந்த மண்ணுக்காக, இந்த மண்ணை பாதுகாப்பதற்காக, இந்த மண்ணின் பெருமைகளை பாதுகாப்பதற்காக தந்திருக்கக்கூடிய இது போன்ற போராளிகள், அவர்களுடைய பெருமையை இந்த தமிழ்நாடு அரசாங்கம் நிச்சயமாக தொடர்ந்து தளபதி அவர்களுடைய ஆட்சியிலே காப்பாற்றும். அதே போல தமிழ் மண்ணுடைய பெருமைகளையும் எந்த காலகட்டத்திற்கும் தளபதி அவர்களுடைய ஆட்சி விட்டு கொடுக்காது. நம்முடைய பெருமைகளுக்காகவும் உரிமைகளுக்காகவும் தொடர்ந்து திராவிட முன்னேற்றக் கழக ஆட்சி தொடர்ந்து அந்த உரிமைகளுக்காக போராடுவோம். തീവ്ര തമിഴ്വാദത്തിന് പേരുകേട്ട വൈക്കോയുടെ MDMK-യാണ് ആദ്യ പ്രത്യക്ഷ പ്രതിഷേധം ഉയർത്തിയത്. കൊങ്കുനാട് രൂപീകരണത്തെ എതിർത്ത് കോൺഗ്രസും CPM-ഉം രംഗത്തെത്തിയതോടെ വിവാദം വീണ്ടും കൊഴുത്തു. 234 சட்டமன்ற உறுப்பினர் ஒரு வலுவான மாநிலமாக தமிழ்நாடு இருக்கிற போது இதை 2ஆ 3ஆ பிரித்தாக்கா அந்த வலு குறைஞ்சிரும் அப்படி மாநிலங்களை வலுவிழக்க செய்து மத்திய அரசாங்கத்தினுடைய மேலாதிக்கத்தை நிலைநிறுத்துகிற முயற்சியில் அவங்க இருக்கிறாங்க. எனவே அது கூடுதலான சந்தேகத்தை உருவாக்குது. தமிழ் மொழி அடிப்படையில் உருவாக்கப்பட்ட இந்த மாநிலத்தை பிரிக்கணுங்கிற கருத்து வருவது என்பது அது ஒரு விவாதப் பொருளாக மாறியிருப்பது என்பதே மிகுந்த வருத்தத்துக்குரியது. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിഷയം കത്തിക്കയറിയതോടെ നിലപാട് മയപ്പെടുത്തുകയാണ് AIADMKയും BJPയും ചെയ്തത്. பிரச்சனை இன்னும் அதிகளவிலே பேசப்பட்டு கொண்டே இருக்கிறது. கொங்குநாடு என்பது குறித்து மத்திய அரசு ஏதாவது அறிவிப்பு வெளியிட்டிருக்கிறதா, அல்லது அறிவிப்பு செய்திருக்கிறதா, ஏதாவது இது குறித்து நாடாளுமன்றத்தில் விவாதப் பொருளாக எடுத்திருக்கிறார்களா என்று சொன்னால் இல்லை. வேறு தமிழகத்திலிருந்து இது குறித்தான கட்சிகள் எல்லாம் கோரிக்கை விடுத்திருக்கின்றனவா என்று கேட்டால் அதுவும் இல்லை. பிறகு எப்படி இந்த பிரச்சனை பூதகரமாக வெடித்து கிளம்பியிருக்கிறது என்று சொன்னால் சில ஊடகங்கள் இதை ஊதி பெரிதாக்குகின்றன. தமிழகத்தை பொறுத்த மாத்திரத்திலே பிரிவினையை தமிழக மக்கள் எப்போதுமே ஏற்றுக்கொள்ள மாட்டார். அது தேர்தல் என்றாலும் சரி, திருவிழா என்றாலும் சரி, ஒரே விதமான கருத்தைத்தான், ஒரே விதமான கொண்டாட்டத்தை தான், ஒரே விதமான எண்ணத்தை தான் தமிழக மக்கள் பிரதிபலிப்பார்கள். എന്നാൽ വീണുകിട്ടിയ അവസരമെന്ന രീതിയിൽ ഇതിനെ വിനിയോഗിക്കുകയാണ് കൊങ്കുനാട് ദേശീയ മക്കൾ പാർട്ടി. இந்தியாவில் நிர்வாக வசதிக்காக பெரிய மாநிலங்களை சிறிய மாநிலங்களாக பிரிப்பதிலே தவறு கிடையாது. நிர்வாகத்தை திறம்பட நடத்துவதற்கு சிறிய மாநிலங்களாக இருந்தால் வசதியாகத்தான் இருக்கும். தமிழகத்தில் கொங்கு நாடு என்று 2009ஆம் ஆண்டிலிருந்து
நான் தொடர்ந்து பேசிக்கொண்டிருந்தவன். ஆனால் இன்றைய காலகட்டத்தில் பரபரப்பாக பேசக்கூடிய விஷயங்கள் எல்லாம் ஏதோ அரசியலுக்காக பேசுகிறார்கள் என்று நான் எண்ணுகின்றேன். எது எப்படி இருந்தாலும் நிர்வாக வசதிக்காக பெரிய மாநிலங்களை சிறு மாநிலங்களாக பிரிப்பதிலே தவறு கிடையாது, വസതിയാകத்தான் இருக்கும். 15 വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ വീണ്ടും BJPക്ക് അംഗങ്ങൾ ഉണ്ടായത്. AEADMKയുടെ പിന്തുണയോടെ ജയിച്ച ഈ സീറ്റുകൾ BJPക്ക് ഏറെ നിർണായകമാണ്. എന്നാൽ 4 സീറ്റിന്റെ ബലത്തിൽ തമിഴ്നാട്ടിൽ ചൂടുറപ്പിക്കാനാകില്ലെന്ന തിരിച്ചറിവാകണം കൊങ്കുനാട് എന്ന സംസ്ഥാനം രൂപീകരിക്കാനുള്ള നീക്കങ്ങൾക്ക് കാരണം. വോട്ട് ബാങ്കുകൾ രൂപീകരിക്കുക, മേഖലയിലെ പ്രധാന ജാതി വിഭാഗമായ ഗൗണ്ടർമാരുടെ വോട്ട് AEADMKയിൽ നിന്ന് അടർത്തി മാറ്റുക എന്നിവയും BJP ലക്ഷ്യമിടുന്നു. കേന്ദ്ര സർക്കാരിനെ പരാമർശിക്കാൻ ഉപയോഗിച്ചിരുന്ന മത്തിയ അരസ എന്ന വാക്കിന് പകരം യൂണിയൻ എന്ന അർത്ഥം വരുന്ന ഒട്രി അരസ പ്രയോഗം കൊണ്ടുവന്ന DMKയ്ക്ക് നേരെയുള്ള തിരിച്ചടിയായും പുതിയ നീക്കത്തെ കാണുന്നുണ്ട്. തമിഴിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന തോന്നലുണ്ടായപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭത്തിൽ അന്ന് അടിതെറ്റിയത് കോൺഗ്രസിനാണ്. ഇന്നും അതിൽ നിന്ന് തിരിച്ചു കയറാൻ തമിഴ്നാട്ടിൽ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതേ അവസ്ഥ പക്ഷെ സംഭവിക്കുക BJPക്കായിരിക്കില്ല, മറിച്ച് AEADMKയ്ക്കാകുമെന്നതാണ് പുതിയ സാഹചര്യം. ഏതായാലും കൊങ്കുനാട് വിവാദം ഉടൻ കെട്ടടങ്ങില്ലെന്ന് ഉറപ്പാണ്. ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും മേഘവിസ്ഫോടനത്തിലൂടെ കനത്ത നാശമാണ് ഉണ്ടായത്. ഉത്തർപ്രദേശിലും ജയ്പൂരിലും ഇടിമിന്നലേറ്റ് 70ഓളം ജീവനുകൾ നഷ്ടമായതും ഇതേ ആഴ്ചയാണ്. പ്രളയമോ കനത്ത മഴയോ ഒന്നുമല്ല ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഒരൊറ്റ ദിവസം കൊണ്ട് 70ലേറെ ജീവനുകൾ കവർന്നത്. കാലവർഷത്തിനിടെ ഉണ്ടാകാത്ത ഇടിമിന്നലാണ് ഒരു വൈകുന്നേരം കൊണ്ട് ഇത്രയേറെ മരണത്തിന് ഇടയാക്കിയത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് ദുരന്തം സംഭവിച്ചത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത്. 14 ജില്ലകളിലായി 41 പേരാണ് മരിച്ചത്. പ്രയാഗ്രാജിൽ മാത്രം 14 പേർക്കാണ് ജീവഹാനി സംഭവിച്ചത്. മിന്നലേറ്റ് സംസ്ഥാനത്ത് 250ഓളം വളർത്തുമൃഗങ്ങളും ചത്തു. ജയ്പൂരിൽ അമർകോട്ടയ്ക്ക് മുകളിലെ വാച്ച് ടവറിൽ നിന്ന് മൊബൈൽ ഫോണിൽ സെൽഫി എടുക്കുകയായിരുന്ന 16 പേരാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. രാജസ്ഥാനിൽ വിവിധ സ്ഥലങ്ങളിലായി 6 കുട്ടികളടക്കം 23 പേരാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. കാലവർഷമല്ല ഹിമാചലിൽ ദുരിതം വിതച്ചത്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് ധരംശാല, കുളു, മണാലി തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകളെ ദുരന്ത മേഖലയാക്കിയത്. പ്രളയത്തിൽ നിരവധി കാറുകൾ ഒലിച്ചുപോയി. നിരവധി കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലായി. കനത്ത മഴയിൽ വാഞ്ചി നദി കരകവിഞ്ഞു. ചമോലിയിൽ ഋഷികേശ് ബദ്രീനാഥ് ദേശീയപാത തകർന്നു. മാണ്ഡി പഠാൻകോട്ട് ദേശീയപാതയിലെ പാലവും പ്രളയത്തിൽ തകർന്നു. ഭക്സുനാഗ് പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലകളിൽ പ്രളയം കനത്ത നാശമാണ് വിതച്ചത്. ശക്തമായ മഴയിൽ കാംഗ്ര ജില്ലയിലും ധർമ്മശാലയിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഹിമാചൽ പ്രദേശിന് പുറമെ ഉത്തരാഖണ്ഡിലും ജമ്മു കശ്മീരിലും മേഘവിസ്ഫോടനമുണ്ടായി. ഗന്ദേർബാൽ മേഖലയിൽ പ്രളയത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഉത്തരകാശിയിൽ മണ്ണിടിച്ചിലിൽ വീടുകളും റോഡുകളും ഒലിച്ചുപോയി. ജമ്മു കശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയാണ് ഉണ്ടായത്. വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തു. കുതിപ്പിന് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് റെയിൽവേ. നൂതന ആശയങ്ങളും നവീകരണങ്ങളുമായി റെയിൽവേ മുന്നോട്ട് പോവുകയാണ്. ഗാന്ധിനഗർ ക്യാപിറ്റൽ നവീകരിച്ചതും ഇതിന്റെ ഭാഗമായാണ്. സ്റ്റേഷൻ നവീകരിക്കുക മാത്രമല്ല, ഒരു ആഡംബര ഹോട്ടൽ കൂടി അവിടെ നിർമ്മിച്ചു.
ഇന്ത്യൻ റെയിൽവേ ചരിത്രം കുറിച്ചിരിക്കുന്നു. ലോക നിലവാരത്തിലേക്കുള്ള പ്രയാണത്തിൽ നാഴികക്കല്ല് കുറിച്ചിരിക്കുകയാണ് ഗുജറാത്തിലെ ഗാന്ധിനഗർ ക്യാപിറ്റൽ റെയിൽവേ സ്റ്റേഷൻ. പഴയ കൽക്കരി വണ്ടിയിൽ നിന്ന് ഇന്ന് കുതിപ്പിന്റെ അതിവേഗ ട്രെയിനുകളിലേക്ക് എത്തുന്ന കാലത്ത് ഈ കാഴ്ചകൾ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനം പകരും. അത്രമേൽ ചാരുതയാർന്ന കാഴ്ചകളും ദീർഘവീക്ഷണവുമാണ് ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷൻ നവീകരണം രാജ്യത്തിന് സമ്മാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 5 സ്റ്റാർ റെയിൽവേ സ്റ്റേഷൻ. പേരിൽ തന്നെയുണ്ട് കാര്യം. ട്രെയിനുകൾ വന്നു പോകുന്ന, യാത്രകൾ പോകാനും വരാനും ഇടമാക്കുന്ന സ്റ്റേഷൻ എന്നത് മാത്രമല്ല ഇനി ഗാന്ധിനഗർ ക്യാപിറ്റൽ. പ്ലാറ്റ്ഫോമുകൾക്ക് മേലെ തലയുയർത്തി നിൽക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ തന്നെയാണിത്. ൂറ്റി ആഡംബര മുറികളാണ് ഹോട്ടലിൽ ഒരുക്കിയിരിക്കുന്നത്. 7400 ചതുരശ്ര മീറ്ററിൽ 709 കോടി രൂപ മുടക്കി നിർമ്മാണം. ഗാന്ധിനഗറിൽ എത്തുന്ന സഞ്ചാരികൾക്കും വിവിധ സമ്മേളനങ്ങൾക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കെത്തുന്നവർക്കുമെല്ലാം തങ്ങാൻ അനുയോജ്യമായ ഇടമെന്നാണ് പശ്ചിമ റെയിൽവേ ഈ സ്റ്റേഷൻ ഹോട്ടലിനെ വിശേഷിപ്പിക്കുന്നത്. ഗുജറാത്തിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ മഹാത്മാ മന്ദിർ സ്റ്റേഷന് തൊട്ടു മുൻപിലാണെന്നത് പ്രധാന ആകർഷണം. ഹോട്ടൽ മാത്രമല്ല, സ്റ്റേഷനിലുമുണ്ട് ഗംഭീര മാറ്റങ്ങൾ. മൊത്തത്തിലങ്ങ് മോടിയാക്കി. പുറത്ത് പുൽത്തകിടി വിരിച്ചു. ആകപ്പാടെ മുഖമിനുക്കി. ലോഞ്ചിൽ വലിയ ഡിസ്പ്ലേ ബോർഡുകളും വെച്ചു. ഇരട്ടി ഉയരമുള്ള പ്രവേശന ഹാളിൽ ടിക്കറ്റ് എടുക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി. മുലയൂട്ടാനുള്ള മുറി, സെൻട്രലൈസ്ഡ് AC കാത്തിരിപ്പ് കേന്ദ്രം, സർവമത പ്രാർത്ഥനാ ഹാൾ എന്നിവയും സ്റ്റേഷനിലുണ്ട്. ഗാന്ധിനഗർ റെയിൽവേ ആൻഡ് അർബൻ ഡെവലപ്മെന്റും ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായാണ് പുതിയ കാലത്തേക്കുള്ള ചുവടുവയ്പ്പിന് ഗാന്ധിനഗറിൽ തുടക്കം കുറിച്ചത്. യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കലും ചരക്ക് നീക്കവും മാത്രമല്ല, വരും നൂറ്റാണ്ടിലേക്കുള്ള കുതിപ്പിനുള്ള പാളം ഒരുക്കുക കൂടിയാണ് റെയിൽവേ. വിമാനത്താവളങ്ങൾക്ക് സമാനമായി ഒരുക്കിയിരിക്കുന്ന ഗാന്ധിനഗർ ക്യാപിറ്റൽ റെയിൽവേ സ്റ്റേഷൻ അതിനുള്ള തുടക്കം മാത്രമാണ്. പട്ടിണിയുടെ പടുകുഴിയിൽ നിന്ന് കോടീശ്വരനിലേക്ക് വളർന്ന ഒരാളുണ്ട്. കർണാടക സ്വദേശി രമേശ് ബാബു. ബാർബറായി തുടങ്ങി ഒരു ബിസിനസ്സുകാരനിലെത്തി നിൽക്കുകയാണ് അദ്ദേഹം. രമേശ് ബാബുവിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാം ഇനി. ആയിരത്തി 1979 7 വയസ്സുള്ളപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ട രമേശും കുടുംബവും കഴിഞ്ഞത് അമ്മയുടെ തണലിലാണ്. അച്ഛന്റെ ബാർബർ ഷോപ്പ് വാടകയ്ക്ക് നൽകിയും മറ്റു വീടുകളിൽ പണിയെടുത്തും അമ്മ രമേശിനെയും സഹോദരങ്ങളെയും വളർത്തി. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉടൻ രമേശ് അച്ഛന്റെ ബാർബർ ഷോപ്പിന്റെ ചുമതല ഏറ്റെടുത്തു. പത്രവിതരണവും ഫ്ളാറ്റുകളിൽ പാലും പച്ചക്കറികളും എത്തിക്കുന്ന ജോലിയും ഇതോടൊപ്പം ചെയ്തു വന്നു. 1991 അച്ഛന്റെ ബാർബർ ഷോപ്പ് ഇന്നർ സ്പേസ് എന്ന ട്രെൻഡി സലൂണാക്കി മാറ്റി. ഇതോടെ കടയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടു. വരുമാനം വർദ്ധിച്ചു. 3 വർഷത്തെ സമ്പാദ്യം ഉപയോഗിച്ച് ഒരു മാരുതി ഓമ്നി കാർ വാങ്ങി. നഗരത്തിലെ ഒരു കമ്പനിക്ക് ഇത് വാടകയ്ക്ക് ഓടാൻ നൽകി. ഇവിടെ നിന്നാണ് രമേശ് ടൂർ ആൻഡ് ട്രാവൽസിന്റെ തുടക്കം.
2004-ലെത്തിയപ്പോഴേക്കും രമേശ് ബാബുവിന്റെ ജീവിതം വളരെയേറെ മാറിയിരുന്നു. നഗരത്തിലെത്തുന്ന അതിസമ്പന്നരുടെ ആവശ്യങ്ങൾക്കായി ആഡംബര കാറുകൾ വാടകയ്ക്ക് നൽകാൻ തുടങ്ങിയതോടെ രമേശ് ബാബു കോടീശ്വരനായി മാറി. 2011-ൽ 3 കോടി രൂപയുടെ റോൾസ് റോയ്സും സ്വന്തമാക്കി. ഇതോടെ പക്കലുള്ള കാറുകളുടെ എണ്ണം 200 കടന്നു. കോടീശ്വരനായെങ്കിലും വന്ന വഴി മറന്നില്ല രമേശ് ബാബു. ഇന്നും ഇന്നർ സ്പേസ് എന്ന സലൂണിൽ മുടിവെട്ടാൻ രാവിലെയും വൈകിട്ടും രമേശ് എത്തും. സലൂണിൽ നിന്നുള്ള സൗഹൃദങ്ങളായിരുന്നു എല്ലാത്തിനും തുടക്കമിട്ടതെന്നാണ് രമേശ് നൽകുന്ന വിശദീകരണം. ഇന്ന് റോൾസ് റോയ്സ് ഗോസ്റ്റ്, മെർസിഡസ് ബെൻസ്, BMW, ഓഡി, ജാഗ്വാർ തുടങ്ങിയ ആഡംബര കാറുകളുടെയും അവയുടെ ചെറു മാതൃകകളുടെയും ഒക്കെ ശേഖരമുണ്ട് രമേശിന്റെ പക്കൽ. ബംഗളൂരുവിലെത്തുന്ന സിനിമാ താരങ്ങളും ശതകോടീശ്വരന്മാരുമെല്ലാം രമേശിന്റെ കാറുകൾ തേടിയെത്താറുണ്ട്. ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായ്, രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നിരവധി പേരാണ് രമേശിന്റെ കാറിൽ സഞ്ചരിച്ചിട്ടുള്ളത്. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.